ധവളപത്രം പുറപ്പെടുവിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതും ഒരു പ്രശ്നമാണ്. അതിനകത്ത് എൻ്റെ ഒരു ആശങ്ക, പലപ്പോഴും വലിയ വാഗ്ദാനങ്ങൾ ഇന്ത്യയിൽ പല ഭരണകൂടങ്ങളെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സർക്കാർ രൂപീകരിക്കുന്നതിന് മുൻപ് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കും, നയപ്രഖ്യാപനത്തിൽ പോലും വലിയ പദ്ധതികളൊക്കെ ഉണ്ടാവും. അതിനുശേഷം ധവളപത്രമൊക്കെ പുറപ്പെടുവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ സാമ്പത്തിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പതുക്കെ കയറി ഈ പദ്ധതികൾക്കെല്ലാം മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവസാനം ഈ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇത് ഈ പദ്ധതികളെല്ലാം ഉണ്ട്, പക്ഷേ കാശ് കയ്യിലില്ലല്ലോ എന്നുള്ള ഒഴികഴിവുകളിലേക്ക് കാര്യങ്ങൾ, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഒഴികഴിവ് പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. വേണ്ട, കാരണം ഏക്കാരുടെ ആദ്യ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ വി.ഡി. സതീശനല്ല എ.കെ. ആന്റണി. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയല്ല എ.കെ. ആന്റണി, ഉമ്മൻചാണ്ടിയല്ല വി.ഡി. സതീശൻ എന്നതുകൂടി നമുക്ക് പറയാനുള്ള കാരണങ്ങൾ ഇനി ഈ ചർച്ചയുടെ തുടർന്നുള്ള ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ എ.കെ. ആന്റണി അത് അദ്ദേഹത്തിൻ്റെ തനത് രീതിയാണ്. അദ്ദേഹം ഏത് കാലത്തും മുറുക്കി കൊടുക്കണം. അദ്ദേഹം ദാരിദ്ര്യം പറഞ്ഞ് മാത്രം സംസ്ഥാനത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോയ ഒരു ആളാണ് എ.കെ. ആന്റണി. മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ കാലത്തും, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ ദാരിദ്ര്യം പറച്ചിലായിരുന്നു. അതായത് മുണ്ട് മുറുക്കി കൊടുത്തോളാനുള്ള ആഹ്വാനം നിരന്തരം ജനം കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മയിലുള്ള കാര്യം. ഓർമ്മയിൽ നിൽക്കുന്ന കാര്യം. നമുക്ക് അല്ലാതെ മറ്റു ചില കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മുത്തങ്ങയുണ്ട്, അങ്ങനെ ചില കാര്യങ്ങൾ എ.കെ. ആന്റണിയുടെ ഭരണകാലവുമായി ബന്ധപ്പെട്ട് എന്താണ് ഓർമ്മയിൽ വരിക? അപ്പോൾ ഒന്ന് മുത്തങ്ങയെ പോലുള്ള ചില സംഗതികളും, ബാക്കി പിന്നെ മുണ്ട് മുറുക്കി കൊടുക്കാനുള്ള ആഹ്വാനവുമാണ്. പക്ഷേ വി.ഡി. സതീശൻ അങ്ങനെ അല്ലെന്നാണ് എൻ്റെ തോന്നൽ. വി.ഡി. സതീശൻ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഞാൻ ആ ലാളിത്യത്തിൻ്റെ ആളല്ല. അത് കുറെ കൂടി അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ മുണ്ട് മുറുക്കി കൊടുക്കണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആന്റണിയൊക്കെ ഇങ്ങനെ പറയുന്ന മുണ്ട് മുറുക്കി കൊടുക്കണം, ആകെ ദാരിദ്ര്യമാണ്. പിന്നെ അപ്പുറത്ത് DYFകാരുടെ CPM-ൻ്റെ ഒക്കെ സമരം എന്ന് വെച്ചാൽ മൊത്തം ആളുകളുടെ മുകളിലെല്ലാം കടഭാരമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ കടഭാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. ഇപ്പോൾ അന്ന് CPM പറഞ്ഞിരുന്ന കാര്യമാണ് CPM-നെതിരെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും പറഞ്ഞത് കടഭാരമാണ്, ഭയങ്കര കടമാണ്, ഓരോ വ്യക്തിക്ക് മുകളിൽ ഒരുപാട് കടമുണ്ടെന്നാണ്. ഇപ്പം നമ്മൾ ഈ മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് പറയുന്ന ഈ കാലം കടന്നിട്ട് ആളുകൾ വളരെ സമൃദ്ധിയായിട്ട് ജീവിക്കുന്ന, സമൃദ്ധമായിട്ട് താരതമ്യേന ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറിയില്ലേ? ഇവർ ദാരിദ്ര്യമാണ്, പ്രശ്നമാണ്, കുഴപ്പമാണെന്ന് പറഞ്ഞ സ്ഥലത്തു കൂടിയാണ് കേരളം സാധാരണഗതിയിൽ ലോകത്തുള്ള മറ്റേതെങ്കിലും കൊള്ളാവുന്ന സ്ഥലങ്ങളെ പോലെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്നത് ഇവിടെ ആകെ ഗൾഫിൽ പോയതുകൊണ്ടാണ് ആളുകൾ ഇവിടെ നന്നായിട്ട് ജീവിക്കുന്നത്. ഗൾഫൊക്കെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. എന്നിട്ടും ആളുകൾ അതായത് ഇവർ ഈ പറയുന്ന പോലെ വല്ലാതെ അങ്ങ് പിന്നെ ആളുകളെ പേടിപ്പിക്കാൻ, അതായത് ഇപ്പോൾ ഭരിക്കുന്ന കക്ഷീനെ ഒന്ന് ക്ഷീണത്തിലാക്കാൻ വേണ്ടിയിട്ട് ആകപ്പാടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 10 വർഷം ഭരിച്ച CPM-നെ അങ്ങോട്ട് ഇല്ലാതാക്കാനായിരുന്നു ഈ കോൺഗ്രസിൻ്റെയും BJP-യുടെയും മെഷീനറി വർക്ക് ചെയ്ത്. ആകപ്പാടെ കടമാണ്, ഇവരാകപ്പാടെ കടമെടുത്തിട്ട് ആളുകളുടെ തലയിലിട്ടിരിക്കുകയാണ് എന്നാണ്. അങ്ങനെയൊന്നുമല്ല. അതിപ്പോൾ എ.കെ. ആന്റണി പറയുന്ന കാലത്ത് കേരളം ഭയങ്കര പ്രശ്നമായിരുന്നു അദ്ദേഹം പറയുന്നത്. പക്ഷേ കേരളം മുകളിലേക്കേ പോയിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞ കട അനുസരിച്ചാണ് കേരളം അല്ലാണ്ട് ഇടിഞ്ഞ് താഴ്പോണ്ട്. അല്ല, ശുഭകരമായിട്ടുള്ളൊരു സംസ്ഥാനത്തെയാണ് വി.ഡി. സതീശൻ ഭരിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. വി.ഡി. സതീശനും ഈ പറയുന്ന, പക്ഷേ വി.ഡി. സതീശൻ ഭരിക്കാനായിട്ടൊരു വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് എ.കെ. ആന്റണി അദ്ദേഹത്തിന് മുന്നിലുള്ള ടൂൾ എടുത്തിട്ട് ആദ്യമേ ക്ലീൻ ചെയ്ത് കൊടുത്തതാണ്. കാരണം ഇവിടെ ആകപ്പാടെ പ്രശ്നം കേട്ടോ, മുണ്ടൂർക്ക് ഇടേണ്ടി വരും എന്നത് സതീശൻ പറയില്ലായിരിക്കും. പക്ഷേ ആന്റണി അദ്ദേഹത്തിൻ്റെ പാത വിരിച്ചു കൊടുത്തു. അതാണ് പറഞ്ഞത്. സതീശൻ അദ്ദേഹത്തിനൊരു പദ്ധതി, എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന തുറമുഖവുമായി ബന്ധപ്പെട്ട് പുതിയ വരുമാന മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടിയായി. പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്, നമുക്ക് വേണമെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ ഈ സർക്കാരിൻ്റെ മധുവിധു കാലയളവിന് ശേഷം ആ ചോദ്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ടൂറിസത്തിൻ്റെ കാര്യത്തിലായാലും, അതുപോലെ ഈ വ്യവസായത്തിൻ്റെ കൂടുതൽ വ്യവസായ മേഖലയിൽ നിന്നായാലും ടാക്സ് പിരിവിലായാലും ഒക്കെ കുറേ കൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ സർക്കാരിനുണ്ടെന്ന് തോന്നുന്നു. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇതൊക്കെ സർക്കാരിനെ ഇവരെ വിമർശിക്കുമ്പോൾ അത് വിമർശിക്കുന്ന ഒപ്പം പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, പൂച്ച പെറ്റ് കിടക്കുകയായിരുന്നില്ല ഖജനാവിൽ, അതുകൊണ്ടാണ് വന്ന ഉടനെ തന്നെ ഈ ക്ഷേമ പദ്ധതികൾക്ക് പെൻഷൻ കൊടുക്കാനുമൊക്കെയുള്ള പണം കണ്ടെത്താൻ കഴിഞ്ഞത്. 2, ഒരു 10,000 കോടിയുടെയെങ്കിലും അധിക വരുമാനം അടുത്ത വർഷം മുതൽ സംസ്ഥാനത്തിന് ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ സർക്കാർ ചെയ്ത പ്രവർത്തന ഫലമായിട്ടാണ്. അതുകൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ, അതായത് ഈ പ്രഖ്യാപനങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന്, അതായത് ഈ സർക്കാരിനെ, വി.ഡി. സതീശൻ സർക്കാരിനെ കുറിച്ച് ശുഭപ്രതീക്ഷയോടെ അവർ നടത്തിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ പ്രതികരിക്കുന്നത് KN ബാലഗോപാലാണ് ഒരുപക്ഷെ എ.കെ. ആന്റണിയേക്കാൾ. അപ്പോൾ എ.കെ. ആന്റണിക്ക് യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് സാഹചര്യം എന്നറിഞ്ഞിട്ടല്ല അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം. അത് കൂടുതൽ അറിയാവുന്നത് KN ബാലഗോപാൽ ടൂളങ്ങ് വെച്ചതാണ്.